Good morning. ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ ഷെയർ ചെയ്തിരിക്കുന്നത്? ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ അവിടെ വരെയല്ലേ പറഞ്ഞത്? കോഡ് ഓറഞ്ച് ഇവിടെ വരെ അല്ലെ? കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ 3 ലെവലുകൾ, ലെവൽ 1, ലെവൽ 2, ലെവൽ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഓറഞ്ച് കോഡ് ഓറഞ്ച് ഡോക്യുഡേറ്റ്. ഡോക്യുഡേറ്റ് എന്ന് വെച്ചാൽ നിസ്സാരമാവുക, കുറച്ച് കുറഞ്ഞ് അതിന്റെ ആ ഒരു തീവ്രത കുറവ്. ഡോക്യുഡേറ്റ് നിസ്സാരമാവുക അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറവ്. ഓക്കെ. The hospital is no longer accepting new casualties, but staff continue to care for those currently receiving the treatment. ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റലില് പുതിയ ഒരു കാഷ്വാലിറ്റീസ്, പുതിയ ഒരു അത്യാഹിതങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ, പുതിയ കാര്യങ്ങള്, പുതിയ എമർജൻസി ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്റ്റാഫ് എന്ത് ചെയ്യണം? സ്റ്റാഫ് കണ്ടിന്യൂ ടു കെയർ ഫോർ ദോസ് കറന്റ്ലി റിസീവിംഗ് ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് അവിടെ നിലവില് ട്രീറ്റ്മെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പരിചരിക്കണം. അതാണ്. വലിയ അത്യാഹിതങ്ങളൊന്നും ഹോസ്പിറ്റലില് അവിടെ നമ്മള് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ the hospital is no longer accepting new casualties. ഹോസ്പിറ്റലില് പുതിയ അത്യാഹിതങ്ങളൊന്നും ഇല്ലെങ്കിൽ നിലവില് സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? അവിടെ ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന അവരെ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പരിചരിക്കണം. കോഡ് ഓറഞ്ച് ഡീകണ്ടാമിനേഷൻ. ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ, ഡീകണ്ടാമിനേഷൻ ആണ്. കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. കോഡ് ഓറഞ്ച് ഡീകണ്ടാമിനേഷൻ. കോഡ് ഓറഞ്ച് ഡീകണ്ടാമിനേഷൻ. ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആണോ വ്യക്തമാക്കുക. A chemical, biological, nuclear or radioactive disaster has occurred. കെമിക്കലോ ബയോളജിക്കൽ ആയിട്ടുള്ള ന്യൂക്ലിയർ റേഡിയോ ആക്റ്റീവ് ഡിസാസ്റ്ററുകള്, ദുരന്തങ്ങള് ഒക്കുകയാണെങ്കിൽ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലോക്ക്ഡൌൺ ആൻഡ് ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയേഴ്സ് needed to be implemented. എന്താ? ലോക്ക്ഡൌൺ. അപ്പൊ അത് എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ ഒക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ലോക്ക്ഡൌൺ ചെയ്യണം. ലോക്ക്ഡൌൺ ആൻഡ് ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയർ, അതിനെ അണുമുക്തമാക്കുന്ന ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യണം? അവിടെ അപ്ലൈ ചെയ്യണം. അത് നീഡ് ടു ബി ഇംപ്ലിമെന്റഡ്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ലോക്ക്ഡൌൺ ആൻഡ് ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയർ. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഏരിയയിലേക്ക് ആളുകളെ ലോക്ക് ചെയ്യുക, കടത്തിവിടാതിരിക്കുക, ലോക്ക്ഡൌൺ ചെയ്യുക. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്ററുകൾ, കെമിക്കൽ, ബയോളജിക്കൽ, ന്യൂക്ലിയർ, റേഡിയോ ആക്റ്റീവ് ഡിസാസ്റ്ററുകൾ ഒക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ലോക്ക്ഡൌൺ ആൻഡ് ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയർ needed to be implemented. ലോക്ക്ഡൌൺ ചെയ്യണം, ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയർ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. നീഡ് ടു ബി ഇംപ്ലിമെന്റഡ്. നെക്സ്റ്റ് ആണ് കോഡ് ബ്ലാക്ക്. ബ്ലാക്ക് എന്നാണോ നോക്കിയ ടെക്സ്റ്റില്? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ ബ്ലാക്ക് എന്നാണ് കിടക്കുന്നത്. ചോദിച്ചേക്കാം. ബ്ലാക്ക് ആണ് കോഡ് ബ്ലാക്ക്. ബോംബ് ത്രെറ്റ് ഓർ സസ്പീഷ്യസ് പാക്കേജ്. എന്താ കോഡ് ബ്ലാക്ക് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബോംബ് ത്രെറ്റ്, ബോംബ് ഭീഷണി, അല്ലെ? ഓർ സസ്പീഷ്യസ് പാക്കേജ്,
നമ്മൾ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും ബോംബ് ഭീഷണിയൊക്കെ വരാം അല്ലെ, ഇന്ന സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഭീഷണികൾ വരാം, ബോംബ് ഭീഷണികൾ വരാം. ഇങ്ങനെ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക, അതാണ് കോഡ് ബ്ലാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോഡ് ബ്ലാക്ക് ഇൻഡിക്കേറ്റ് a bomb threat. Underline ചെയ്തേ. Code black indicate a bomb threat. ബോംബ് ഭീഷണിയാണ് കോഡ്കാർക്ക് പറയുന്നത്. The code tends to include relevant information such as the specific location of the threat. അതായത് നമ്മൾ ഇവിടെ ഏത് ലൊക്കേഷൻ ആണ് അല്ലെ, എവിടെയാണ് ബോംബ് ഭീഷണി ഉള്ളത്, ഏത് ലൊക്കേഷൻ ആണ്, ആ സ്പെസിഫിക് ലൊക്കേഷൻ പോലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ ഒരു വിവരങ്ങള്, റിലവൻറ്റ് എന്ന് വെച്ചാൽ റിലവൻറ്റ് ആയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള വിവരങ്ങള് ഈ കോഡില് ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ കോഡ് നമുക്കറിയാം, കോഡ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ബോംബ് ത്രെറ്റ് ആണ്, ബോംബ് ഭീഷണിയാണ്. അത് കൂടാതെ ആ കോഡിനോടൊപ്പം തന്നെ കൂടി ഏത് ലൊക്കേഷൻ ആണെന്നുള്ളത്, അതാണ് സ്പെസിഫിക് ലൊക്കേഷൻ. ആ ബോംബ് ഭീഷണിയുള്ള ആ നിർദ്ദിഷ്ട പ്രദേശം, ഏത് സ്ഥലത്താണ് ആ ലൊക്കേഷൻ, അതിനെ സംബന്ധിക്കുന്ന റിലവന്റ് ആയിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ കോഡിന് ഉൾപ്പെടുന്നു. സ്പെസിഫിക് ലൊക്കേഷൻ ഓഫ് ദ ത്രെറ്റ്, ബോംബ് ഭീഷണിയുടെ പ്രത്യേക ആ ലൊക്കേഷനിലെ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, പ്രശസ്തമായിട്ടുള്ള ആ ഇൻഫർമേഷൻസ് കൂടി ആ കോഡിന് ഉൾപ്പെടുന്നുണ്ട്. If a person in the hospital is threatening to bomb the building, the code may also provide a description of the individual. Okay, if a person in the hospital is threatening to bomb the building, ഒരു ബിൽഡിങ്ങില് ബോംബ് ഭീഷണി എന്തെങ്കിലും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്ന ആളില്ലേ, ബിൽഡിംഗ്, ആ ബോംബ് ഭീഷണിപ്പെടുത്തുന്ന ആള്. The code may also provide a description of an individual. അപ്പൊ എന്തുകൂടി പറയണം, ഇൻഡിവിജ്വലിനെ, ആ വ്യക്തിയെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൂടി, ആ ഒരു ഡിസ്ക്രിപ്ഷൻസ് കൂടി ഉൾപ്പെടുത്തണം. അയാള് ഭീഷണിപ്പെടുത്താണ്, ഇന്ന സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കോഡ് പറയുമ്പോൾ ആ കോഡിൽ എന്തുകൂടി ഉൾപ്പെടുത്തണം എന്നാ പറഞ്ഞേക്കണേ, പ്രൊവൈഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ, ആ വ്യക്തിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാ, ആ കോഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബ് ത്രെറ്റ്, ബോംബ് ഭീഷണിയാണ്. ഇനി ആ കോഡിൽ എന്തും കൂടി ഏത് ലൊക്കേഷനിലാണ്, ആ സ്പെസിഫിക് ലൊക്കേഷനും കൂടി കോഡിൽ ഉൾപ്പെടുത്തണം. അത് കൂടാതെ രണ്ടാമത് എന്താ പറഞ്ഞേ, കോഡ് മേ ഓൾസോ പ്രൊവൈഡ്, ഇതുകൂടി പ്രൊവൈഡ് ചെയ്യണം, ആ ഭീഷണിപ്പെടുത്തുന്ന ആളില്ലേ അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ, അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങളും കൂടി ഈ കോഡിൽ ഉൾപ്പെടുത്തണം. More specific threats are more credible. കൂടുതൽ ആയിട്ടുള്ള ഭീഷണി, കൂടുതലായിട്ട് അങ്ങനെ വരുന്ന ഭീഷണി നമുക്ക് വിശ്വസനീയമാണ് അല്ലെ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വെറുതെ പറഞ്ഞു എന്ന് വെച്ചാൽ ചിലപ്പോൾ അത്രയും ഇതാവണമെന്നില്ല. കൂടുതല് മോർ സ്പെസിഫിക് ത്രെറ്റ്, കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ഭീഷണികള് മോർ ക്രെഡിബിൾ, ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസനീയമാണ്. Some people who receive bomb threat over the phone should remain calm and gather as much information regarding the perpetrator. Perpetrator എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അവകാശപ്പെടുന്ന bomber as possible എന്ന് പറഞ്ഞിരിക്കുന്നത്. So the people who receive the bomb threat, ആ ബോംബ് ത്രെറ്റ്, ബോംബ് ഭീഷണി ആ സ്വീകരിക്കുന്ന ആള് ഇങ്ങനെ പിടിച്ച് പറയാണല്ലോ, ചിലപ്പോ ഫോണിലൂടെ ആയിരിക്കും, ചിലപ്പോ ഇന്ന സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും, ഇതിനൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെ. അപ്പൊ അങ്ങനെ ആ ബോംബ് ഭീഷണി റിസീവ് ചെയ്യുന്ന ആള് ആ ഫോണിലൂടെ അയാള് അവിടെ കിടന്ന് ഒച്ചപ്പാടും എങ്ങനെയൊന്നും എടുക്കാതെ എങ്ങനെയായിരിക്കണം, ശാന്തമായിട്ട് എല്ലാവരും പറയുന്നത് അത് കേൾക്കുക. ആൻഡ് gather as much information regarding the perpetrator bomber as possible. ആ ബോംബ് വെച്ചെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ആളില്ലേ, ബോംബർ,
ആ ബോംബറിനെ കുറിച്ചുള്ള ആ അയാളെ സംബന്ധിക്കുന്ന വിവരങ്ങളും കൂടി എന്ത് ചെയ്യണം, ശേഖരിക്കണം, ഗ്യാദർ ചെയ്യണം. ഫോണിലാണ് ഇപ്പൊ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടെങ്കിൽ നമ്മൾ അയാളോട് എന്താ പറയാ, കാമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് ആ ബോംബറുമായി സംബന്ധിക്കുന്ന ബോംബ് വെച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന വ്യക്തി, അതാണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവകാശപ്പെടുക. അയാളെ സംബന്ധിക്കുന്ന വിവരങ്ങള് ഗ്യാദർ ചെയ്യാൻ, ശേഖരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത നോക്കിയേ, സാധ്യമാണെങ്കിൽ, അങ്ങനെ കൊടുത്തിട്ടുണ്ടോ, ആ പോസിബിൾ ആണെങ്കിൽ each hospital will have a evacuation protocol in the event of bomb threat. Underline ചെയ്തിട്ടേ. അപ്പൊ നമ്മുടെ ആ കോഡ് ബ്രാക്കിൽ എന്തൊക്കെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നതോടൊപ്പം 2 കാര്യങ്ങൾ നോക്കണം കേട്ടോ. ലൊക്കേഷന്റെ കാര്യം പറയുന്നത്, ആ കോഡില് നമ്മൾ എന്ത് ലൊക്കേഷൻ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. പിന്നെ എന്താ, പ്രൊവൈഡ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ, ആ വ്യക്തിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും കൂടി ആ കോഡില് ഉൾപ്പെടുത്തണം. ഇനി ഇതുകൂടി വേണമെങ്കിലും നോക്കി വെച്ചോ, ഇതിന്റെ ഓപ്ഷൻ വരാന്നറിയില്ല. പീപ്പിൾ ഹു റിസീവ് ദ ബോംബ് ത്രെറ്റ്, അത് റിസീവ് ചെയ്യുന്ന ആള് എങ്ങനെയായിരിക്കണം പെരുമാറുക, എങ്ങനെയാ, കാമായിട്ട് ശാന്തമായിട്ട് പിന്നെ ആ ബോംബറെ സംബന്ധിക്കുന്ന വിവരങ്ങള്, much information regarding the perpetrated bomber as possible, ബോംബറെ സംബന്ധിക്കുന്ന സാധ്യമായിട്ടുള്ള വിവരങ്ങള് വിജയം ശേഖരിക്കാൻ കൂടി ശ്രമിക്കണം. ഇനി each hospital will have an evacuation protocol. എന്താണ്, ഓരോ ഹോസ്പിറ്റലിലും എന്തുണ്ട്, ഇവാക്വേഷൻ എന്ന് വെച്ചാൽ ഒഴിപ്പിക്കുക, ഇവാക്വേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. ഏത്, ഇൻ ദ ഇവന്റ് ഓഫ് ബോംബ് ഭീഷണി, ആ ഒരു സംഭവത്തില് ഹോസ്പിറ്റലില് ഇവാക്വേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. ഇന്ന സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ നമ്മൾ എന്താണ്, അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് വരുമ്പോ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം. അല്ലെ, ആളുകൾ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അത് അവിടുത്തെ ആ ഒരു ഏരിയയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണം. ഹോസ്പിറ്റലിൽ നിന്നൊക്കെയാണെങ്കിലും ആളുകളെ മാറ്റണം. കൂട്ടി ഇങ്ങനെ ഒരു ഭീഷണി വരികയാണെങ്കിൽ അല്ലെ, അപ്പൊ അത് എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ എന്താ ഒരു ഇവാക്വേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Each hospital will have an evacuation protocol in the event of bomb threat. ചോദിക്കാം, each hospital will have a large protocol in the event of bomb threat. ഭീഷണി ആ ഒരു സംഭവത്തില് ഹോസ്പിറ്റലിൽ എന്തുണ്ട്, ഇവാക്വേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. ഹോസ്പിറ്റൽ have an evacuation protocol in the event of bomb threat. ഇനി അടുത്തതാണ് കോഡ് സിൽവർ, പേഴ്സൺ വിത്ത് എ വെപ്പൺ. കോഡ് സിൽവർ, ഈ ഒരു ആയുധമായിട്ട് വെപ്പണുമായിട്ട് തോക്ക് ചൂണ്ടിയൊക്കെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. കോഡ് സിൽവർ, പേഴ്സൺ വിത്ത് എ വെപ്പൺ, വെപ്പണുമായിട്ട്, ഒരു ആയുധമായിട്ട് ഒരാള് വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മള് അതിനായി നമ്മുടെ കയ്യിൽ ആയുധമുണ്ട്, ആയുധമേന്തിയ ഒരു വ്യക്തി, അതാണ് ഏത് കോഡ് സിൽവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കോഡ് സിൽവർ ഇൻഡിക്കേറ്റ്സ് പേഴ്സൺ വിത്ത് എ വെപ്പൺ. Initiated when an individual is threatening to use, attempting to use, or actively using a weapon to cause harm, regardless of the type of weapon and the situation, cannot be controlled without enhanced police response. ഒരു വ്യക്തി നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിലോ അല്ലെ, അല്ലെങ്കിൽ അതിന് അയാള് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിലോ നമുക്ക് അയാളെ അല്ലെങ്കിൽ സജീവമായിട്ട് അദ്ദേഹം ആയുധം ഉപയോഗിക്കുകയോ ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, ഏത് തരം വെപ്പണാണ്, അല്ലെങ്കിൽ അതേ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ, അത് അത്രയും അപകടകരമായിട്ടുള്ള സംഭവം അല്ലെ. അയാൾ ചിലപ്പോ ആണെങ്കിൽ ഒരു നിമിഷം മതി ഒത്തിരി പേരുടെ ജീവൻ അപകടത്തിലാവാം. അപ്പൊ അങ്ങനെയുള്ള ഇത് അയാള് നമുക്ക് വെപ്പൺ അങ്ങനെ അത്രയും എമർജൻസി ആയിട്ടുള്ള അയാള് സാഹചര്യത്തില് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് അയാള് വെപ്പൺ ഉപയോഗിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും പരിക്കൾക്ക് കാരണമാക്കുന്ന ആ ഒരു സാഹചര്യത്തില് ഏത് തരം ആയുധമാണെന്നും
അത് സിറ്റുവേഷൻ ഏത് സിറ്റുവേഷൻ ആണെന്നൊക്കെ നമുക്കത് എന്താ നമ്മളെ കൊണ്ട് തന്നെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ അമ്മമാരെ കൊണ്ട് തന്നെ ചിലപ്പോ അത്തരം സിറ്റുവേഷനിൽ ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൺട്രോൾഡ് വിത്തൗട്ട് എൻഹാൻസ്ഡ് പോലീസ് റെസ്പോൺസ്, പോലീസിന്റെ ഇടപെടലുകളില്ലാതെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഏത് സിറ്റുവേഷനില് അതിനകത്ത് നമ്മള് അയാൾ വായിട്ട് വന്നാണ്, അയാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ നമുക്ക് എന്തെങ്കിലും ദോഷം വരാൻ കാരണമായിട്ടുള്ള വെപ്പൺസ് അത് ഉപയോഗിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള വെപ്പണാണ് അല്ലെ അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല. ആ സിറ്റുവേഷനിലെ അത്രയും എമർജൻസി ആയിട്ടുള്ള ഇതാണ്. അപ്പൊ അത് ഏത് തരത്തിലുള്ള വെപ്പണാണെന്ന് തന്നെ അത് ശ്രദ്ധിക്കാതെ അല്ലെ അത് നോക്കാൻ പരിഗണിക്കാതെ തന്നെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അല്ലെ ഹോസ്പിറ്റലിൽ തന്നെ ആ ഒരു ഇവന്റിനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പോലീസ് റെസ്പോൺസ് അല്ലെ അത് എന്താണ് ഒരു പോലീസിന്റെ ഇടപെടൽ ഇല്ലാതെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അതിന് പോലീസുമായിട്ട് ഒക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കാൻ. സിറ്റുവേഷൻ പോലീസിന്റെ റെസ്പോൺസ് ഇല്ലാതെ ആ സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. HIDH HDGH ആണ് കേട്ടോ. HDGH അതൊരു ഹോസ്പിറ്റലാണ്. ഹോട്ടൽ ഡ്യൂക്ക് ഗ്രേസ് ഹോസ്പിറ്റൽ ആണ്. ഹോട്ടൽ ഗ്രേസ് ഹോസ്പിറ്റൽ ഇത് കാനഡയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഹൗസ് ഓഫ് ഗോഡ് എന്നാണ് മീനിങ്. ഹൗസ് ഓഫ് ഗോഡ് എന്നാണ് മീനിങ്. ഹോട്ടൽ ഡ്യൂക്ക് ഗ്രേസ് ഹോസ്പിറ്റൽ, ഹൗസ് ഓഫ് ഗോഡ് കാനഡയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ നോക്കിയേ ദ കോഡ് സിൽവർ, ഡസ് നോട്ട് യൂസ് ദ ടേം. അവര് കോഡ് സിൽവർ എന്ന് പറഞ്ഞ ഒരു ടേം അവർ യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ കോഡ് സിൽവർ വെപ്പൺ അതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്ന കോഡ് സിൽവർ ആണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ആ ഒരു കാനഡയിലെ ഒരു ഹോസ്പിറ്റലാണ് അത് അല്ലെ. അപ്പൊ അവിടെ കോഡ് സിൽവർ എന്ന് പറയുന്ന ആ ഒരു കോഡ് അവർ ഉപയോഗിക്കുന്നില്ല. യൂസ് ദ ടേം ലോക്ക്ഡൌൺ. ഏത് ടേം ഉപയോഗിക്കുന്നത്? ലോക്ക്ഡൌൺ എന്നാ പറയുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ ടേം അവരെന്തായിട്ട് ഉപയോഗിക്കുന്നത്? പേഴ്സൺ വിത്ത് എ വെപ്പൺ കേട്ടോ. നമ്മൾ അതിനകത്ത് കോഡ് പറയുമ്പോൾ നമ്മൾ കോഡ് സിൽവർ എന്നാ പറയുന്നത്. എന്നാലും കാനഡയിലെ ആ ഹോസ്പിറ്റലില് നമ്മൾ അവിടെ ആ കോഡ് സിൽവർ എന്ന് പറഞ്ഞതിന് പകരം അവിടെ ഉപയോഗിക്കുന്ന ഏതാണ്? ലോക്ക്ഡൌൺ ആണ്. ടു സിഗ്നിഫൈ ദ സേഫ്റ്റി, ആ സേഫ് കാര്യത്തെ തന്നെ സിഗ്നിഫൈ ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? അവര് ലോക്ക്ഡൌൺ ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. കോഡ് സിൽവർ എന്ന് പറഞ്ഞതിന് പകരം ഉപയോഗിക്കുന്ന ഏതാ? ലോക്ക്ഡൌൺ. Security and other staff did not respond due to the potential risk for harm. Code silver person with a weapon. എന്തെങ്കിലും അപകട സാധ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളോ അങ്ങനെയുള്ളതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ മറ്റുള്ള സ്റ്റാഫിനൊക്കെ അവർക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ അവർ തന്നെ വിചാരിച്ചാല് നമുക്ക് അതിനാക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിന്റെ പൊട്ടൻഷ്യൽ റിസ്ക് അതിന്റെ അപകടത്തിന്റെ സാധ്യത അവിടെ കൂടുതലാണ്. സിൽവർ പറയുന്നത് അവിടെ അതിന്റെ റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് സ്റ്റാഫോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ അതിനോട് റെസ്പോണ്ട് ചെയ്യില്ല. അവിടെ തന്നെ വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് പോലീസ് റെസ്പോൺസ് വേണം. ഇല്ലാതെ ഹോസ്പിറ്റലുകാർക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, റൺ ഹൈഡ് ഫൈറ്റ്. എന്ത് ചെയ്യണം? ഓടുക, ഹൈഡ് ചെയ്യുക, ഒളിക്കുക, ഫൈറ്റ് ചെയ്യുക. ഇതാണ് അങ്ങനെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കേട്ടോ. റൺ ഹൈഡ് ഫൈറ്റ്. Avoid engaging with the assailant either verbally or physically. Assailant എന്ന് പറഞ്ഞാൽ അക്രമിയാണ് കേട്ടോ. അക്രമീനെ പറയുന്നത്.
അവോയ്ഡ് എൻഗേജിങ്. എൻഗേജ് ചെയ്യുക, ഇടപെടുക. ഇടപെടുക അവരോട് വെർബലിയോ വാക്കാലോ ഫിസിക്കലിയോ അവരോട് എന്ത് ചെയ്യരുത്, ഇടപെടുന്നത് ഒഴിവാക്കുക. അക്രമിയുമായിട്ട് വാക്കാലോ ഫിസിക്കലിയോ ഇടപെടുന്നത് ഒഴിവാക്കുക. അല്ലെ, അവരോട് നമ്മൾ സംസാരിച്ച അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് അതിന് പ്രകോപനമായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ വലിയ അപകടം വരാം. അല്ലെ, ഇന്നത്തെ നിമിഷത്തെ കൊണ്ട് വേണമെങ്കിൽ ഒരുപാട് പേരുടെ ജീവനൊക്കെ നഷ്ടപ്പെടാം. അതുകൊണ്ട് അവരോട് വെർബലായിട്ടോ ഫിസിക്കലി ആയിട്ടോ അവരുമായിട്ട് ഇടപെടുന്നത് ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യുക. Remain calm and evacuate. If able, എത്തിയിട നമ്മൾ എന്നിട്ട് remain calm, നമ്മൾ കാമാണ്, ശാന്തമാവുക. Evacuate, ഒഴിപ്പിക്കുക. If able, സാധ്യമാണെങ്കിൽ നമ്മൾ ശാന്തരായി ആളുകളെ ഒഴിപ്പിക്കാൻ നോക്കുക. If unable to evacuate, നമുക്ക് ഒഴിക്കാനായിട്ട് able അല്ല, പറ്റില്ലെങ്കിൽ hide ചെയ്യുക. Unable to evacuate, hide. ഇതൊക്കെ പോയിന്റ് ആയിട്ട് തന്നേക്കാട്ടോ. ആ ഒരു പർട്ടിക്കുലർ സംഭവം അതാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഹൈഡ്, ഫൈറ്റ് എന്നാ പറഞ്ഞത്. ഓടുക, ഒളിക്കുക, ഫൈറ്റ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഫിസിക്കലിയോ വെർബലിയോ അവരുമായിട്ട് ഇടപെടുന്നത് ഒഴിവാക്കുക. പിന്നെ എന്താണ്? നമ്മൾ ശാന്തമായി നിൽക്കുക, അവരെ ഇവാക്യുവേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ആളുകള് അവരെ പെട്ടെന്ന് സാധ്യമാണെങ്കിൽ ഒഴിപ്പിക്കുക. അൺഎബിൾ ടു ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഒഴിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? അവരെ ഒളിപ്പിക്കുക, ഹൈഡ് ചെയ്യുക. സൈലൻസ് ഓൺ സോഴ്സ് ഓഫ് നോയ്സ്. ഫോണ് സൈലന്റ് ആക്കുക. സൗണ്ടിന്റെ നോയ്സ്, ആ ഒരു സോഴ്സിൽ സൗണ്ട് വരുന്നത് അത് സൈലന്റ് ആക്കുക. വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവരെ ഒളിപ്പിക്കുക. അല്ല, അവിടെ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ടോ, ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ടോ? If your life is in imminent danger, നമ്മുടെ ഈ ജീവൻ ഇനി അപകടത്തിലാണെങ്കിൽ imminent danger അടുത്തെത്തുക എന്നുള്ള മീനിങ് ആണ്. imminent അടുത്തെത്തുക, imminent അടുത്തെത്തുക. നമ്മുടെ അപകടം നമ്മുടെ തൊട്ടടുത്താണ്, അടുത്തെത്തിയാണ്. അങ്ങനെയാണെങ്കിലോ fight back as a last resort. If a cold silver is announced and you are not in your designated area, cold silver announce ചെയ്യുക. അപ്പൊ നമ്മുടെ അപകടം നമ്മുടെ അടുത്ത് തന്നെ എത്തി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കോഡ് സിൽവർ അനൗൺസ് ചെയ്യുക. നമ്മള് അങ്ങനെയുള്ള സമയത്ത് ആ നിർദ്ദിഷ്ട പ്രദേശത്ത് നമ്മൾ ഇല്ലാതിരിക്കുകയും ചെയ്താല് അവസാന ആശ്രയം എന്ന നിലയിൽ എന്ത് ചെയ്യാം? നമ്മൾ പരസ്പരം ഫൈറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പരസ്പരം പോരാടുക, ഫൈറ്റ് ബാക്ക് ആസ് ലാസ്റ്റ് റിസോർട്ട്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക, അതായത് ഫൈറ്റ് ചെയ്യുക. കോഡ് സിൽവർ അനൗൺസ് ചെയ്യുക. നമ്മളാണ് ഏരിയയില് നമുക്ക് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തില് എന്ത് ചെയ്യണം? നമ്മള് ആ ഫൈറ്റ് ചെയ്യുക. ലാസ്റ്റത്തെ കാര്യമൊക്കെ പറഞ്ഞത്, ആദ്യം ഫൈറ്റ് ചെയ്യുക, എന്നിട്ട് ഹൈഡ് ചെയ്യുക. ലാസ്റ്റ് മൂന്നാമത്തെ കാര്യം എന്താ? ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന നിലയിലേക്ക് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് ചെയ്യുക. ഇനി അത് തന്നെ വീണ്ടും പറഞ്ഞേക്കുന്നത് വേറെ കോൺസെപ്റ്റ്. റിമെയിൻ കാം ആൻഡ് ഇവാക്യുവേറ്റ് സേഫ്റ്റി. നമ്മൾ ശാന്തമായിരിക്കുക, സേഫ് ആയിട്ട് ഒഴിപ്പിക്കുക. Don't return to your area. നമ്മുടെ ആ ഏരിയയിലേക്ക് നമ്മൾ മടങ്ങി വരാതിരിക്കുക. Do not return to your area. ഏരിയയിലേക്ക് മടങ്ങി വരാതിരിക്കുക. Hide, ഒളിക്കുക. If you are unable to leave, പോകാൻ കഴിയില്ല, പെട്ടെന്ന് പോകാൻ കഴിയില്ല ആണെങ്കിൽ അവിടെ ഒളിക്കുക, ഹൈഡ് ചെയ്യുക. ഹൈഡ് if you are unable to leave. നമുക്ക് അവിടെ പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉടനടി ഒളിക്കുക, ഹൈഡ് ചെയ്യുക. Do not use the phone unless it is directly related to the phone silver. Medical emergency phone will not be called overhead using a phone silver. ഈ കോഡ് സിൽവറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല.
Do not use the phone unless it is directly related to the code silver. ഈ കോഡ് സിൽവറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ എന്താ നമ്മള് ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത് നോക്കിയേ, the medical emergency code did not be called over during a code silver. ആ സമയത്ത് മറ്റ് കോഡുകൾ, എമർജൻസി കോഡുകൾ ഉപയോഗിക്കാൻ പാടില്ല. കോഡ് സിൽവറുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. മെഡിക്കൽ എമർജൻസി കോഡ് did not be called overhead during a code silver. കോഡ് സിൽവറിനൊപ്പം തന്നെ നമ്മൾ കോഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണം. did not be called. കോഡ് സിൽവറിനൊപ്പം തന്നെ മറ്റു കോഡുകൾ, മറ്റ് എമർജൻസി കോഡുകൾ ഉപയോഗിക്കാൻ പാടില്ല. വായിച്ചു നോക്കിയത്രേ. ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വെച്ചാൽ മതി. ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ആ കോഡ് സിൽവർ ഉപയോഗിക്കുന്ന ടൈമില് മറ്റു മെഡിക്കൽ എമർജൻസി കോഡുകൾ കോൾ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് കോഡ് പർപ്പിൾ ആണ്. ഹോസ്റ്റേജ് ടേക്കിംഗ്. ഈ കോഡുകൾ എന്തായാലും പഠിച്ചേക്കണം. വ്യക്തിയാക്കൽ, പിടിച്ചുവെക്കൽ, ഹോസ്റ്റേജ് ടേക്കിംഗ്, കോഡ് പർപ്പിൾ. ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. പർപ്പിൾ ആണോ കിടക്കണേ നോക്കിയേ. പർപ്പിൾ ആണ് കേട്ടോ, അത് വയലറ്റ് അല്ല. കോഡ് പർപ്പിൾ ഹോസ്റ്റേജ് ടേക്കിംഗ് ആണ്. കറക്റ്റ് ആണോ ടെക്സ്റ്റിന്? കറക്റ്റ് അല്ല, സിനിയുടെ നോണാണല്ലോ. അതൊന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. കോഡ് പർപ്പിൾ എന്ന് എഴുതിയാൽ മതി, വയലറ്റ് എഴുതണ്ട, പിന്നീട് കൺഫ്യൂഷൻ വരും. കോഡ് പർപ്പിൾ തന്നെ എഴുതുക. കോഡ് പർപ്പിൾ ഹോസ്റ്റേജ് ടേക്കിംഗ് ആണ്. നോക്കിയേ, the code purple is called in the event that a person is forcibly confined or held against his or her will with the threat of a weapon or violence. നമ്മൾ എന്തെങ്കിലും വെപ്പൺ, എന്തെങ്കിലും ആയുധത്തിന്റെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വയലൻസ്, ആയുധം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ആക്രമണത്തിന്റെയോ ഭീഷണിയോട് കൂടി ഒരു വ്യക്തി അവരുടെ ഇഷ്ടത്തിന് വിധേയമായിട്ട് തടവിലാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് കോഡ് കോഡ് അങ്ങനെ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒക്കെ നമ്മളിപ്പോ എന്താണ്, നമ്മളെ ഹോസ്റ്റേജ് ടേക്കിംഗ് വ്യക്തിയാക്കുക. അത് നമ്മൾ ഒരക്രമമായിട്ട് പിടിച്ചോണ്ടായി നമ്മളെ കെട്ടിയില്ല, അല്ലെങ്കിൽ തോക്ക് ചുരുട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ നമ്മളെ കൊണ്ട് അത് വ്യക്തിയാക്കാം. അല്ലെ, അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മളത് ഇതായിട്ട് നമ്മൾ തടവിലാക്കി നമ്മൾ വ്യക്തിയാക്കിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നേടാനായിട്ട് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഇല്ലേ. ഏത് ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞേക്കുന്നത്? കോഡ് പർപ്പിൾ ഈസ് കോൾഡ് in the event that a person is forcibly confined or held against his will with the threat of weapon or violence. ആയുധത്തിന്റെയോ അക്രമത്തിന്റെയോ ഭീഷണിയായിട്ട് ഒരു വ്യക്തിയെ അവരുടെ ഇഷ്ടത്തിന് അവന്റെ വിരുദ്ധമായിട്ട് എതിരായിട്ട് തടവിലാക്കുന്നതിനെയാണ് ഇത്. ആ സംഭവം അറിയിക്കാനൊക്കെ കോഡ് പർപ്പിൾ കോൾ ചെയ്യും. If you witness this situation, please provide the information. അപ്പൊ ഇങ്ങനെ ഒരു ഹോസ്റ്റേജ് ടേക്കിംഗ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിറ്റ്നസ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ചോദിക്കാറുണ്ട് എക്സാമ്പിൾ. ഇങ്ങനെ ചോദിക്കാം, if you witness hostage situation, please provide the following information. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷൻ, അതിന് വിറ്റ്നസ് ആവുകയാണെങ്കിൽ, വ്യക്തിയാക്കുന്ന ഒരു കാര്യം, ആ ഒരു സാഹചര്യം, അത് നമ്മൾ സാക്ഷിയാവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പാസ് ചെയ്യുന്നത്? എന്തൊക്കെ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം? ഒന്നാമത്തെ ലൊക്കേഷൻ, എവിടെയാണ് സംഭവം, എവിടെയാണ് ലൊക്കേഷൻ. അടുത്ത് നോക്കിയേ, വിസിബിൾ സൈൻസ് ഓഫ്
മെൻഷൻ ഓഫ് വെപ്പൺ, ആയിട്ടുള്ള സാധ്യമായിട്ടുള്ള അടയാളങ്ങളോ അല്ലെങ്കിൽ വെപ്പൺസ് ഉണ്ടെങ്കിൽ വെപ്പൺ ഉണ്ടോ എന്നുള്ളത് മെൻഷൻ ചെയ്യണം. Number and physical description of hostage. Hostage എന്ന് പറഞ്ഞാല് ബന്ദിയാക്കപ്പെട്ടവര്, തടവിലാക്കി വെച്ചേക്കുന്ന ആളുകളില്ലേ അവര്, അതാണ് ഹോസ്റ്റേജ് എന്ന് പറയുന്നത്. ബന്ദികളാക്കപ്പെട്ടവർ എഴുതി വെച്ചോട്ട് അവിടെ, ബന്ദികളാക്കപ്പെട്ടവർ ഹോസ്റ്റേജ്. Number and the physical description of hostage. പേരും അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള വിവരങ്ങള്, അവിടെ ആ ബന്ദിയാക്കപ്പെട്ടവരിൽ അവർക്കടെ സംബന്ധിക്കുന്ന കാര്യങ്ങള്. Number and the physical description of hostage taker. ആരാണ് ഹോസ്റ്റേജ് ടേക്കർ എന്ന് പറഞ്ഞാൽ? ബന്ദികളാക്കിയ ആളുകളിൽ അവരുടെ, ബന്ദികളാക്കിയവരുടെ, തടവിലാക്കി വെച്ചേക്കുന്ന ആളുകളില്ലേ അവരുടെ നമ്പർ ഓഫ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. അടുത്ത ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. Whether the hostage taker are contained with a specific room or whether they are mobile. Whether the hostage taker are contained with a specific room or whether they are mobile. ബന്ദികളാക്കപ്പെട്ടവര് ഒരു പ്രത്യേക റൂമിലാണോ? ഹോസ്റ്റേജ് ടേക്കർ ആണ് കേട്ടോ. ഹോസ്റ്റേജ് ടേക്കർ ബന്ദികളാക്കി ബന്ദികള് ആക്കിയവരിൽ പിടിച്ചു വെച്ചേക്കുന്ന ആളുകൾ, ബന്ദികളാക്കിയവര് അവരെ കുറിച്ചുള്ള അവരെ പ്രത്യേക റൂമിലാണോ, മൊബൈലിലാണോ, മൊബൈലിലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പാസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. നമ്മളൊരു ഹോസ്റ്റേജ് സിറ്റുവേഷനില്, ഹോസ്റ്റേജ് ടേക്കിംഗ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു വിറ്റ്നസ് ആവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം? ആ 5 പോയിന്റ്സും ടിക്കറ്റ് വരിക കേട്ടോ. ചോദിക്കാറുണ്ട്. ലൊക്കേഷൻ പറയണം, വിസിബിൾ സൈറ്റ്സ് ഓഫ് മെൻഷൻ ഓഫ് വെപ്പൺ, ഏത് വെപ്പൺ ആണെന്ന് മെൻഷൻ ചെയ്യണം. നമ്പർ ആൻഡ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോസ്റ്റേജ്, ഹോസ്റ്റേജിന്റെ നമ്പർ ഓഫ് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഈ ഹോസ്റ്റേജ് ടേക്കർ ബന്ദികളാക്കിയവരില്ലേ അവരുടെ നമ്പർ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ. whether the hostage taker are contained with a specific room or whether they are mobile. Okay, then note ചെയ്ത് വെച്ച്. ഇനി ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ ആണ്, സ്റ്റെപ്സ് ആണ് ഹോസ്റ്റേജ് സിറ്റുവേഷൻ. ഹോസ്റ്റേജ് സിറ്റുവേഷൻ വ്യക്തിയാകുന്ന ഒരു സംഭവം, ഒരു സാഹചര്യം, അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? Dial 911 immediately and give operator all necessary information. 911 call ചെയ്യണം. 911 call ചെയ്യണം and give operator all necessary information. ആ ഓപ്പറേറ്ററോട് ആ നെസസറി ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ give and give operator all necessary information. സാധ്യമായിട്ടുള്ള വിവരങ്ങളും പറയണം. Dial 911 immediately and give operator all necessary information. Okay. നമ്മുടെ സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. ഹോസ്റ്റേജ് സിറ്റുവേഷൻ അതിന്റെ സ്റ്റെപ്പ് 1 എന്താണ്? ഡയൽ 911 ഡയൽ ചെയ്യണം immediately and give. ഡയൽ 11 immediately പെട്ടെന്ന് തന്നെ 911 കോൾ ചെയ്യണം and give എന്ത് നൽകണം? ഓപ്പറേറ്ററിന് all necessary information. ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഓപ്പറേറ്ററിന് കൊടുക്കണം. ഇനി സ്റ്റെപ്പ് 2 എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2. Step 2. Do not attempt any action. നമ്മൾ ഒരു പ്രവർത്തനവും ഒരു പ്രത്യേക അതിനായിട്ട് നമ്മൾ അതിലൊന്നും പ്രവർത്തിക്കരുത്.
Do not attempt any action. വേറെ നടപടിക്കൊന്നും നമ്മൾ മുതിരരുത്. Ensure safety of patient and visitors ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ പേഷ്യൻസിന്റെയോ വിസിറ്റേഴ്സിന്റെയോ ഒക്കെ ആ സേഫ്റ്റി അത് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ആ ഒരു എന്താ ഇപ്പൊ നമ്മള് എന്തെങ്കിലും പെട്ടെന്ന് ചാടി കയറി എന്തെങ്കിലും പ്രവർത്തിക്കാനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അവരെന്താ പറയാ ആയുധങ്ങളൊക്കെ ഇല്ലെങ്കിൽ എല്ലാവരും വേണമെങ്കിൽ കൊന്നുകളയും. അങ്ങനെ എന്തെങ്കിലും ഭയങ്കര അപകടമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ഒരു കാര്യത്തിന് മുതിരരുത്. ഇത് നമ്മൾ നോക്കണം. Ensure safety of patient and visitors. അവിടെയുള്ള പേഷ്യൻസിന്റെ വിസിറ്റേഴ്സിന്റെ ഒക്കെ ആ ഏരിയയിലുള്ള വിസിറ്റേഴ്സിന്റെ ഒക്കെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി സ്റ്റെപ്പ് 3 എന്താ? ഡയൽ 3333 ഉണ്ടോ? ഡയൽ 3333 എന്താ? ആൻഡ് അഡ്വൈസ് സ്വിച്ച് ബോർഡ്. സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ഓപ്പറേറ്റർ ആട്ടോ. അഡ്വൈസ് സ്വിച്ച് ബോർഡ് that 911 was called for the code purpose. എന്താ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ ടെലിഫോൺ ഓപ്പറേറ്റർ. അപ്പോ 3333 ഡയൽ ചെയ്ത് ടെലിഫോൺ ഓപ്പറേറ്ററിനോട് എന്ത് പറയണമെന്നാ പറഞ്ഞേക്കണേ? എന്ത് പറയണം? 911 കോൾ ചെയ്ത് കോഡ് പർപ്പിള് പറയണം. ടെലിഫോൺ ഓപ്പറേറ്ററിനോട് 911 കോൾ ചെയ്തിട്ട് കോഡ് പർപ്പിള് അനൗൺസ് ചെയ്യാനായിട്ട് പറയണം. അടുത്തത് സ്റ്റെപ്പ് 4 ആണ്. വെയിറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പോലീസ് ടു അറൈവ്. പോലീസ് അതുപോലെ സെക്യൂരിറ്റി എത്തുന്നത് വരെ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പോലീസ് ടു അറൈവ്. സെക്യൂരിറ്റിയും പോലീസും എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 5 എന്താ? Do not initiate conversation with the hostage taker, but to answer if spoken to. Do not initiate conversation. അവരോട് ഏതാണ്? ഹോസ്റ്റേജ് ടേക്കർ. ഹോസ്റ്റേജ് ടേക്കർ ആട്ടോ. ആ വ്യക്തിയെ ആക്കപ്പെട്ടവർ അവരെ തടവിലാക്കി വെച്ചേക്കണവരില്ലേ അവര് ഹോസ്റ്റേജ് ടേക്കർ. അവരോട് വേറെ സംസ്ഥാനത്തിനൊന്നും മുതിരരുത്. Do not initiate conversation with the hostage taker, but എന്നാലെന്താ? Do answer in spoken to. അവര് നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു. അല്ലാതെ ഒരു ഹോസ്റ്റേജ് ടേക്കർ വ്യക്തികളാക്കിയവരില്ലേ അവരോട് വേറെ സംസ്ഥാനത്തിനൊന്നും മുതിരരുത്. അടുത്ത നോക്കിയേ. Write down or remember any demands or action. എഴുതുക അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക. ഏതെങ്കിലും ഡിമാൻഡുകളോ പ്രവർത്തനങ്ങളോ ഒക്കെ എഴുതുകയോ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ 6 സ്റ്റെപ്പാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഇതൊന്ന് നോക്കി വരിക കേട്ടോ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6. വേണ്ടാന്നല്ല, ആ സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. അതാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ. സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് അതാണ്. 333 നമ്മള് വിളിച്ചിട്ട് ടെലിഫോൺ ഓപ്പറേറ്ററിനോട് 911 വിളിച്ച് അവിടെ കോഡ് പർപ്പില് അനൗൺസ് ചെയ്യാൻ പറയണം. അതാണ് ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 911 കോൾ ചെയ്തിട്ട് കോഡ് പർപ്പിള് അനൗൺസ് ചെയ്യാനായിട്ട് പറയണം. ഓക്കെ. ഹോസ്റ്റേജ് സിറ്റുവേഷൻ അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ്. അതൊന്ന് വായിച്ചു വെച്ചാൽ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, 5, 6. ഫസ്റ്റ് എന്താ പറഞ്ഞേ?
911 പെട്ടെന്ന് കോൾ ചെയ്തിട്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള് ആർക്ക് നൽകണം? ഓപ്പറേറ്ററിന് നൽകണം. ടെലിഫോൺ ഓപ്പറേറ്ററിന് നൽകണം. ഈ ഓപ്പറേറ്റർ ഓൾ നെസസറി ഇൻഫർമേഷൻ. രണ്ടാമത്തെ, നമ്മളൊരു പ്രവർത്തനത്തിനും മുതിരരുത്. ഡു നോട്ട് അറ്റംപ്റ്റ് എനി ആക്ഷൻ. എന്ത് ചെയ്യണം? ഇതിനാണ് നമ്മൾ നൽകണം. എൻഷുർ സേഫ്റ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഡിസ്റ്റൻസ്. സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഡയറക്ടറി 333 ഡയറി ചെയ്യണം. അടുത്ത ടെലിഫോൺ ഓപ്പറേറ്ററിനോട് 911 കോൾ ചെയ്ത് കോഡ് പറഞ്ഞിട്ട് പറയണം. പിന്നെ അടുത്തത് നമ്മൾ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ പോലീസോ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഹോസ്പിറ്റൽ ടേക്കർ വ്യക്തികളാക്കിയതില്ലേ, അവരുമായിട്ട് ഒരു സംസാരം കോൺവെർസേഷൻ ഒന്നും എതിരരുത്. പക്ഷെ ഇനി അവരെന്തെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന് ആൻസർ പറയണം. ആൻസർ സ്പോക്കൺ ടു. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മറുപടി പറയണം. സ്റ്റെപ്പ് 6 എന്താണ്? റൈറ്റ് ഡൗൺ ഓർ റിമെമ്പർ ഡിമാൻഡ്സ് ഓർ ആക്ഷൻ. ഇനി അവരെന്തെങ്കിലും ഡിമാൻഡ് പറയുകയാണെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യണം. റൈറ്റ് ഡൗൺ ഓർ റിമെമ്പർ, ഓർക്കണം. എനി ഡിമാൻഡ്സ് ഓർ ആക്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കിയേ. ാണോ? ഇതാണ് ഒരു താമസം സംഭവം വരാനായിട്ട്. ഓർമ്മിക്കണ്ടോ? ഇതും കൂടെ ഉള്ളൂട്ടാ. ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ നമ്മുടെ. ഇനി അടുത്ത നോക്കിയേ, കോഡ് യെല്ലോയാണ് മിസ്സിംഗ് പേഷ്യന്റ്. പേഷ്യന്റ് നമ്മള് പേഷ്യന്റ് മിസ് ആവുകയാണെങ്കിൽ, അതായത് ചൈൽഡ് വീണ്ടും അവൾ പറഞ്ഞിട്ടുണ്ട് കോഡ് ആംബർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പേഷ്യന്റിന്റെ പറഞ്ഞിട്ടുള്ള ഒരു മിസ്സിംഗ് പേഷ്യന്റ് കോഡ് യെല്ലോ അത് മാറിപ്പോയിട്ടോ. അത് ചോദിക്കാറുണ്ട്. മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ് ആണെങ്കിൽ കോഡ് ആംബർ, മിസ്സിംഗ് പേഷ്യന്റ് എന്നുള്ളത് കോഡ് യെല്ലോയാണ്. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്. When you discover that a patient is missing, ഒരു പേഷ്യന്റ് മിസ്സായി എന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? The staff in the immediate area will carry out a search of the department. ആ നിയുക്ത പ്രദേശത്ത് അവിടെയുള്ള സ്റ്റാഫ് ആദ്യം തന്നെ എന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെന്റില് അന്വേഷണം ആരംഭിക്കും. ആ ഒരു ഏരിയയില് സ്റ്റാഫ് അന്വേഷണം ആരംഭിക്കും. ഒരു പേഷ്യന്റ് അവിടെ മിസ്സായി എന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് കണ്ടെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? The staff in the immediate area will carry out the search of the department. അവിടെ ഡിപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്യാനായിട്ട് സെർച്ച് ചെയ്യും. If not found, ഇനി കണ്ടെത്തിയില്ലെങ്കിലോ കോഡ് ഓടിക്കും. ആദ്യം അതല്ല ചെയ്യണേ. ഒരാളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കോഡ് എല്ലോയല്ല ചെയ്യുന്നേ. ആദ്യം ആ ഡിപ്പാർട്ട്മെന്റ് ആ സെക്ഷനിൽ ആ സ്റ്റാഫ് സെർച്ച് ചെയ്യും. അവിടെ എങ്ങാണ്ടുണ്ടോ, മാറിയതാണോ, ടോയ്ലറ്റിൽ പോയതാണോ, കുറച്ചു നേരം കണ്ടില്ല പോയതാണോ, അല്ലേ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോയതാണോ, ഇതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കും. നമ്മൾ അങ്ങനെയല്ലേ, അവസാനം എന്തെങ്കിലും കാണാതെ പോയി ആദ്യം നമ്മൾ സെർച്ച് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റാഫ് ഇൻ ദ ഇമ്മീഡിയറ്റ് ഏരിയ, ആ ഏരിയയിലുള്ള സ്റ്റാഫ് എന്ത് ചെയ്യുന്നു? ആ ഡിപ്പാർട്ട്മെന്റില് ആ സെക്ഷനിൽ സെർച്ച് ചെയ്യാൻ നിർത്തും. ഇനി നമ്മൾ കണ്ടെത്തിയില്ല, ആ പേഷ്യന്റിനെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ എന്താണ്? കണ്ടെത്തിയില്ലെങ്കിലോ കോഡ് യെല്ലോ ആൻഡ് പ്രൊവൈഡ് ഫോർ എ കോഡ് യെല്ലോ പറയും. നെക്സ്റ്റ് ഇതാണ് കോഡ് യെല്ലോ അനൗൺസ് ചെയ്യുക. ഇനി അവിടെ കോഡ് യെല്ലോ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ പറയുന്നത്? അണ്ടർലൈൻ ചെയ്തിട്ടോ? കോഡ് യെല്ലോ ആൻഡ് പ്രൊവൈഡ് information. ആ കുട്ടീനെ പേഷ്യന്റ്, ആ പേഷ്യന്റിനെ കണ്ടെത്തിയില്ലെങ്കിൽ കോഡ് യെല്ലോ പറയണം. അതിലൊക്കെ ഏതൊക്കെ വിവരങ്ങളാണ് പറയേണ്ടത്? പ്രൊവൈഡ് ദ ഫോളോയിങ്. പേഷ്യന്റിന്റെ പേര്, ഏത് പേഷ്യന്റാ മിസ്സായത്, പേഷ്യന്റിന്റെ പേര്, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണ്, ഏത് യൂണിറ്റിലാണ്, പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ, ക്ലോത്തിങ്, അല്ലെ, ഒരാളെ കാണാതെ പോകുമ്പോ പറയാറില്ലേ, അല്ലെ, ബ്ലാക്ക് ഷർട്ട്, ഒരു എന്താണ്, ഒരു വെള്ളമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കാണാതെ പോകുമ്പോൾ പറയില്ലേ,
ഇല്ലേ? അല്ലെങ്കിൽ ബ്ലൂ ഷർട്ട് ബ്ലാക്ക് പാറ്റായിരുന്നു ധരിച്ചേക്കുന്നത്. ആ പേഷ്യന്റ് ഒപ്പം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉൾപ്പെടെ പേഷ്യന്റിന്റെ വിവരങ്ങൾ പറയും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറ്റുള്ളവരെ നമുക്ക് ശ്രദ്ധപ്പെട്ട ഉടനെ തന്നെ നമുക്ക് അവരോട് പറയാലോ. അതാണ് പേഷ്യന്റ് മിസ്സാവുകയാണെങ്കിൽ കേട്ടോ, മിസ്സാവുകയാണെങ്കിൽ പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിംഗ് ക്ലോത്തിങ് ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ വിവരങ്ങള്. അടുത്ത് നോക്കിയേ, ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ. ടൈം എപ്പോഴാണ് ലാസ്റ്റ് കണ്ട, ലൊക്കേഷൻ എവിടെയാണ്, ഈ കാര്യങ്ങൾ പറയണം. ഇത് ചോദിക്കാറുണ്ട്. ആ 4 പോയിന്റ്സ് നോട്ട് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാ പറയണ്ടേ? ഒരു പേഷ്യന്റ് മിസ്സാവാണ് അല്ലേ? അപ്പൊ നമ്മൾ കോഡല്ലോ പറഞ്ഞിട്ട് എന്തൊക്കെ വിവരങ്ങൾ കൂടി പറയണം? കോഡല്ലോ എടുക്കുമ്പോ പേഷ്യന്റിന്റെ നെയിം, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, പേഷ്യന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിംഗ് ക്ലോത്തിങ്, ഇത് വസ്ത്രമാണ് ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ വിവരങ്ങൾ പറയണം. ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് കണ്ട ടൈം എത്ര മണിക്കാണ്, എത്ര സ്ഥലത്താണ് കണ്ടത്, ലാസ്റ്റ് ടൈമിൽ കണ്ട ടൈം, ലൊക്കേഷൻ, ഈ കാര്യങ്ങൾ പറയണം. സ്റ്റാഫ് ഇൻ അതർ ഏരിയാസ് will return to their designated area and assist with the search. ഇനി മറ്റുള്ള ഏരിയയിലുള്ള സ്റ്റാഫില്ലേ, അവര് ആ നിർദ്ദിഷ്ടമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് തിരിച്ചു വരികയും അതുപോലെ തന്നെ ആ അന്വേഷണത്തിന് അവരെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. If the person is located, ask them to remain in the department. ആ പേഴ്സണെ കണ്ടെത്തിയാല്, if the person is located, ആ പേഴ്സണെ നമ്മളിപ്പോ മിസ്സായിട്ട് വന്നില്ലേ, അപ്പൊ ആ ഒരു പേഴ്സണെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരെ കണ്ടെത്തിയാണെങ്കിൽ എന്ത് പറയണം? ask them to remain in the department. ആ ഡിപ്പാർട്ട്മെന്റില് തുടരാനായിട്ട് അവരോട് പറയണം. ask them to remain in the department. ആ ഡിപ്പാർട്ട്മെന്റില് തുടരാനായിട്ട് പറയണം. ക്ലിയർ ആണോ? മിസ്സിംഗ് പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങളാണ്? പേഷ്യന്റിന് ആ കോഡ്, നമ്മുടെ കോഡ് എല്ലാം പറഞ്ഞിട്ട് ഈ വിവരങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യണം. പേഷ്യന്റിന്റെ പേര്, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, പേഷ്യന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള പേഷ്യന്റിന്റെ വിവരങ്ങള്, ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സീൻ, ലാസ്റ്റ് കണ്ട ടൈം, ലൊക്കേഷൻ. ഇനി അടുത്തത്, നമ്മള് ഈ മറ്റുള്ള ഏരിയയിലുള്ള സ്റ്റാഫുകൾ ആ പ്രദേശത്തേക്ക് വരികയും അതുപോലെ മറ്റു ആ സ്റ്റാഫുകളെ എന്ത് ചെയ്യണം? ആ അന്വേഷണത്തിന് അവരെ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇനി എന്താണ്? ആ പേഴ്സണെ ലൊക്കേറ്റ് ചെയ്യാണ്, നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? അവരോട് പറയണം എന്താ? ടു റിമെയിൻ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് പറയണം. ക്ലിയർ ആണോ നോക്കട്ടെ? അത് കോഡല്ലോ. ഇനി അടുത്താണ് കോഡ് നമ്പർ, മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്. ഓക്കെ ആണോ? കോഡ് നമ്പർ അവർക്കൊക്കെ ഏത് കളറാ? ഗോൾഡൻ യെല്ലോ. ഗോൾഡൻ യെല്ലോയാണ് ആംബർ എന്ന് പറയുന്നത്. മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ്, കുട്ടി അല്ലേ? ഒരു ഇൻഫന്റ്, ശിശുക്കൾ അല്ലെങ്കിൽ കുട്ടി, അവര് മിസ്സാക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കോഡാണ് ആംബർ. മാറിപ്പോകും കേട്ടോ. മിസ്സിംഗ് പേഷ്യന്റ് എന്നാണെങ്കിൽ കോഡ് യെല്ലോയും, മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ് എന്നാണെങ്കിൽ കോഡ് ആംബർ തന്നെ. അത് എന്താ? ഗോൾഡൻ യെല്ലോയാണെന്ന് മാത്രം. ഓക്കെ, പക്ഷെ ആ കോഡ് വ്യത്യാസം. A missing infant or child is always assumed to be the victim of abduction. Right? അപ്പൊ അവര് എന്താണ്? ഒരു മിസ്സിംഗ് ഇൻഫന്റ് അല്ലെങ്കിൽ ചൈൽഡ് അവരെ മിസ്സാവുകയാണ്, കുട്ടീനെ കാണാനില്ല എന്നുള്ളത് എന്താ നമ്മൾ അസ്യൂം ചെയ്യണേ? എന്താണ്? എന്ത് പറ്റി? അവര് തന്നെ ഒരു കുഞ്ഞാവയാണ്, ഒരു കുഞ്ഞു കുട്ടിയാണ്, ശിശു. എപ്പോഴുണ്ടാവും ഒരു കുഞ്ഞിക്കാലൊക്കെ കാണിച്ചേക്കുന്നുണ്ടോ? 2 കുഞ്ഞിക്കാലുകളുണ്ടോ? ആ കുട്ടീനെ കാണാതെയായി എന്ന് പറഞ്ഞ് നമ്മൾ എന്താ അസ്യൂം ചെയ്യണേ? എന്താ ചെയ്യണേ? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്നല്ലേ? അല്ലാതെ ആ കുട്ടി തന്നെ എനിക്ക് നടന്നൊന്നുമില്ലല്ലോ അല്ലേ?
ആ കുട്ടി തന്നെ ഓടി വേറെ സ്ഥലത്തേക്ക് ഓടി പോകുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ മിസ്സിംഗ് ആയിട്ട് ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഇൻഫന്റ് അവര് മിസ്സായി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നോക്കുന്നത്? കുട്ടി പിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകേണ്ട ഇരയായി. അതാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി കോൾ ആൻഡ് റിപ്പോർട്ട് ദ ഫോളോയിങ്. കണ്ടോ? ഇമ്മീഡിയറ്റ്ലി കോൾ ആൻഡ് റിപ്പോർട്ട്. കോൾ ചെയ്യുക, ഈ കാര്യങ്ങൾ പറയുക. നോട്ട് ചെയ്തേ എന്തൊക്കെ കാര്യങ്ങൾ പറയട്ടെ എന്നുള്ളത്. A missing infant or child is always assumed. Missing child അല്ലെങ്കിൽ മിസ്സായി ആ കുട്ടി തട്ടിക്കൊണ്ട് പോകലിന് ഇരയായി എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അല്ലെ? അപ്പൊ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കോൾ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പറയണം. എന്തൊക്കെയാന്നൊക്കെ? യൂണിറ്റ് ആണ് കേട്ടോ. അത് യൂണിറ്റ് ഫോർ ഏരിയ ഇമ്പോർട്ട്. ഏത് യൂണിറ്റിലാണ് അല്ലെങ്കിൽ ഏത് ഏരിയയുടെ കുട്ടിയാണ്, ഏത് യൂണിറ്റിലെ കുട്ടിയാണ് അത് പറയണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. എന്താണ്? ആ കുട്ടിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പറയണം. ചൈൽഡിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പറയണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്ലോത്തിങ് ഓർ ബ്ലാങ്കറ്റ്. ക്ലോത്തിങ് എന്ത് വസ്ത്രമാണ്, അത് ബ്ലാങ്കറ്റ് ആണെങ്കിൽ അവരെ പഠിപ്പിച്ചേക്കുന്ന ബ്ലാങ്കറ്റ് ഏത് കളറാണ് എന്നുള്ളത് അത് പറയണം. ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ. സമയം പറയണം, ലൊക്കേഷൻ ലാസ്റ്റ് ആ കുട്ടീനെ എവിടെയാണ് അല്ലെങ്കിൽ എവിടെയാണ് എവിടെയായിരുന്നു ആ കുട്ടി ലാസ്റ്റ് കണ്ടത് എന്നുള്ളത്. ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. അടുത്ത് നോക്കിയേ, കുട്ടിയോടൊപ്പം അവളെ അവസാനമായി കണ്ട വ്യക്തി ഇന്ന അവിടെ കൂടിയാണ് കണ്ടത് അല്ലെ? അപ്പൊ അതുള്ളത് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. ആ കുട്ടിയോടൊപ്പം ലാസ്റ്റ് കണ്ട ആളുടെ ഡിസ്ക്രിപ്ഷൻ. ഞങ്ങളൊപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോ അയാളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടീനെ കണ്ടെന്ന് അതിനോട് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും അല്ലേ? അപ്പൊ അതാണ് അത് പറയണം. പിന്നെ അടുത്ത് നോക്കിയേ, ഇഫ് നോ security will notify the police and the initial lockdown procedure. നമ്മള് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അറിയാമെങ്കിൽ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യണം? നമുക്ക് ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണം. അത് ഇനിഷ്യൽ ലോക്ക്ഡൌൺ പ്രൊസീജിയർ ആരംഭിക്കണം. Staff from other area should conduct a search. മറ്റുള്ള ഏരിയയിലുള്ള സ്റ്റാഫുകള് എന്ത് ചെയ്യണം? കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങള് അത് തുടരണം. ആൻഡ് if something is found, എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ report the status of the location. ആ ലൊക്കേഷന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്യണം. അത്രയും കാര്യങ്ങളാണ് ഇൻഫന്റ് അല്ലെങ്കിൽ ചൈൽഡ് മിസ്സിംഗ് എന്നുള്ളതിന് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടത് എല്ലാ വേർഡ്സ് നോട്ട് ചെയ്യണം കേട്ടോ. യൂണിറ്റ് അല്ലെങ്കിൽ ഏരിയ, കുട്ടിയുള്ള യൂണിറ്റ് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നുള്ള കുട്ടിയാണ് മിസ്സായത് അത് അവർ ഉൾപ്പെട്ടിരിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഏരിയ. ഇൻഫന്റിനെ കുറിച്ച് ചൈൽഡിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പറയണം. അവിടെ ക്ലോത്തിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് പൊതിഞ്ഞേക്കാണെങ്കിൽ അതിന്റെ കളറ്, ഏത് ഡ്രസ്സാണെങ്കിൽ കുട്ടിയാണെങ്കിൽ ഏത് ഡ്രസ്സാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ പറയണം. പിന്നെ ലാസ്റ്റ് കണ്ടിട്ടുള്ള ടൈം ലൊക്കേഷൻ പറയണം. എവിടെയാണ് കുട്ടീനെ ലാസ്റ്റ് കണ്ടത് ആ ടൈം ലൊക്കേഷൻ പറയണം. പിന്നെ അടുത്ത് നോക്കിയേ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. ഇൻഫന്റ് അല്ലെങ്കിൽ ചൈൽഡ് ആ കുട്ടീനോടൊപ്പം ലാസ്റ്റ് കണ്ട വ്യക്തി, ലാസ്റ്റ് കണ്ട ആള്, അവരെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് പറയണം. ഇനി സെക്യൂരിറ്റി, നോ ദ സെക്യൂരിറ്റിക്ക് അറിയാമെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് ലോക്ക്ഡൌൺ പ്രൊസീജിയർ ആരംഭിക്കണം. അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ആരെയും പുറത്തേക്കൊന്നും വിടാനായിട്ട് ലോക്ക്ഡൌൺ പ്രൊസീജിയർ നടത്തണം. എല്ലാം ഗേറ്റും ഇതൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ആ കുട്ടീനെ ആരെയും തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ അവര് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളത്. ലോക്ക്ഡൌൺ പ്രൊസീജിയർ ഉടനെ തന്നെ ചെയ്യണം. പിന്നെ മറ്റുള്ള ഏരിയയിലുള്ള സ്റ്റാഫുകള് എന്താണ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് വരണം. ഈ സംതിങ് എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സ്റ്റാറ്റസ്, അന്വേഷണ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ലൊക്കേഷനിലാണ് എന്നുള്ളത് അറിയിക്കാം.
ക്ലിയർ ആണോ? ബോറടിക്കുണ്ടോ നിങ്ങൾക്ക്? ഈ കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്റർ. ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അടുത്ത ആഴ്ച കൊണ്ട് നമ്മുടെ ക്ലാസ് നാളെ 2 ക്ലാസ് മതിയാവും. ലാസ്റ്റ് മാസം ഒക്കെ വേഗം വേഗം പോകും. ലാസ്റ്റ് പിന്നെ നമ്മള് ചലഞ്ചസ് ആണ് പറഞ്ഞത് പാരഗ്രാഫായിട്ട് കൊടുത്തേക്കണം. സമയം വായിച്ച് മനസ്സിലാക്കും. അതിന്റെ എളുപ്പമാണ്. കൃത്യമായിട്ടൊക്കെ വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. ഇപ്പൊ ക്ലാസ്സുകൾ അധികം ക്ലാസ്സുകളൊന്നും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാവരുടെയും പോർഷൻസ് ഒക്കെ ലാസ്റ്റ് സെക്ഷനിൽ എത്തി നിൽക്കുമല്ലേ? ഇനി അധികം പോർഷൻസ് ഇല്ല. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിന്റെ തീരുമാനമായിട്ട് നിൽക്കുകയാണ്. എക്സാമും കാര്യങ്ങളൊക്കെ ഉടനെ വരും. നിങ്ങൾ എടുക്കുന്നത് അന്ന് തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി എടുക്കുന്നതാണെങ്കിലും അന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കാം. പിന്നെ എക്സാം വരുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻസ് വീണ്ടും നമുക്ക് കവർ ചെയ്യേണ്ടല്ലോ. ഈ വളരെ കുറച്ച് സമയമുള്ളൂ. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു.